കർത്താവിൽ പ്രിയരെ, ഇന്ന് നമുക്ക് ചെറിയൊരു വചനം ആലോചിക്കാം. യോഹന്നാൻ 14:6. യേശു അവനോട്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല. വളരെ സിമ്പിളായിട്ടുള്ളൊരു വാക്യമാണ്. കർത്താവിൻ്റെ ഒരു ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് നമ്മൾ ആലോചിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, കർത്താവ് തൻ്റെ ജനത്തോട്, വിശ്വാസ സമൂഹത്തോട്, മനുഷ്യരാശിയോട് സംസാരിക്കുമ്പം ഏറ്റവും സിമ്പിളായിട്ടുള്ള അവസ്ഥയിലാണ് സംസാരിക്കുന്നത്. ഏറ്റവും സിമ്പിൾ, ഏറ്റവും കുട്ടി ആബാല വൃദ്ധം മനസ്സിലാവുന്ന തലത്തിൽ വളരെ ചെറിയ മെസ്സേജസ് കൊടുക്കും. പക്ഷെ അതിനകത്ത് അടങ്ങിയിരിക്കുന്ന മീനിങ് വളരെ വളരെ വലുതാണ്. അതായത് നമ്മുടെ ഇറ്റേണൽ ലൈഫിനെ വരെ ജഡ്ജ് ചെയ്യുന്ന തലത്തിലുള്ള അത്രയും അർത്ഥമുള്ള എന്നാ പറയുന്നത് സംസാരമാണ് കർത്താവിൻ്റെ ഭാഗത്തു നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെ പ്രത്യേകം നമുക്ക് കാണാം, യേശു പറയുന്നത് വഴിയും സത്യവും ജീവനും ഞാനാകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ പിതാവിൻ്റെ അടുക്കൽ ആരും പോകുന്നില്ല. വളരെ സിമ്പിളായിട്ടുള്ളൊരു വാക്യം. വഴി, വേ, സത്യം, ട്രൂത്ത്, ജീവൻ, ലൈഫ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഭൂമിയിലെ ജീവിതത്തിന് അപ്പുറമായിട്ട് ഇറ്റേണൽ ലൈഫ് എന്ന വിഷയത്തെ പറ്റിയാണ് കർത്താവ് സംസാരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറയുമല്ലോ, നമ്മളെപ്പോഴും വചനത്തെ നമ്മൾ ഡിഫൈൻ ചെയ്യുമ്പോൾ സ്തോത്രം, പരിശുദ്ധാത്മാവിൽ ദൈവം എന്താണ് ഉദ്ദേശിക്കുന്നത് അതിനെപ്പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. നമ്മൾ മാനുഷികമായി നമ്മൾ ചിന്തിക്കുന്ന അവസ്ഥകളല്ലല്ലോ. സ്തോത്രം. അപ്പോൾ തീർച്ചയായും കർത്താവ് പറയുന്നത് ഈ കർത്താവ് മുഖാന്തരം അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ ചെല്ലുന്നില്ല. പക്ഷെ നമ്മൾ ഇന്നൊന്ന് എടുത്ത് നോക്കിയാൽ, ക്രിസ്ത്യാനിറ്റിയിൽ തന്നെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പലരും പല പല ടീച്ചിങ്സിലേക്കാണ് പോകുന്നത്. കർത്താവിന് വാല്യൂ വളരെ താത്തി കാണിച്ചിട്ട് മറ്റ് പല നിലകളിലേക്കൊക്കെയും മറ്റ് മനുഷ്യരായിട്ടുള്ളവർ, ഭൂമിയിൽ മനുഷ്യനായി പിറന്ന് ഉയർക്കപ്പെട്ടത് കർത്താവ് മാത്രമാണുള്ളത്. ബാക്കി എല്ലാവരും മരിച്ച് പോയ ചരിത്രമാണുള്ളത്. ഇപ്പം ഔട്ട് ഓഫ് ക്രിസ്ത്യാനിറ്റി എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പോലും. സ്തോത്രം. അപ്പോൾ തീർച്ചയായിട്ടും ആ കർത്താവ് പറയുന്ന ഇത്രയും വലിയൊരു സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് എങ്ങനെ വിശ്വസിക്കാതിരിക്കാൻ സാധിക്കും? പിന്നെ നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്ന ഒരു വിഷയമുണ്ട്, എന്തുകൊണ്ട് ഇത്രയും വളരെ ക്ലിയർ ആയിട്ട് സ്പെസിഫൈ ചെയ്തിട്ട് പോലും ആൾക്കാർക്ക് ഇതിനെപ്പറ്റി മനസ്സിലാവുന്നില്ല എന്ന് ചിന്തിക്കുമ്പോൾ അടുത്തൊരു വാക്യം നമുക്ക് ആലോചിക്കാം. അപ്പോസ്തല പ്രവർത്തികൾ 16-ാം അധ്യായം 14-ാം വാക്യത്തിൽ നമുക്ക് ലുദിയ എന്നൊരു കഥാപാത്രത്തെ കാണാം. അവരൊരു ദൈവഭക്തയായ സ്ത്രീയായിരുന്നു. പൗലോസ് അവിടെ സുവിശേഷം അറിയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പൗലോസ് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വചനം പറയുന്നു. അവിടെ ഈ ലുദിയ എന്ന ദൈവഭക്തയായ ഒരു സ്ത്രീ എന്ന് വളരെ എടുത്തു പറയുന്നുണ്ട്. അവരൊരു ദൈവഭക്തയായിരുന്നു, അവരൊരു വിശ്വാസിയായിരുന്നു, ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു സ്ത്രീയായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ട് കാണുന്നതാണ് ഏറ്റവും വലിയൊരു രസകരമായ ഒരു വിഷയം. പൗലോസ് സംസാരിച്ചത് ശ്രദ്ധിക്കേണ്ടതിന് കർത്താവ് അവളുടെ ഹൃദയം തുറന്നു. അപ്പൊ അവർ വിശ്വാസിയായിട്ട് പോലും അവർക്ക് കർത്താവ് പറയുന്നത് മനസ്സിലാകണമെങ്കിൽ അവരുടെ ഹൃദയം തുറക്കുന്ന ഒരു പോർഷനൂടെ കാണുന്നുണ്ട് കർത്താവിനാൽ. അപ്പോൾ വിശ്വാസി ആയതുകൊണ്ട് ഹൃദയം തുറക്കണമെന്നില്ല. പലപ്പോഴും വിശ്വാസിയായിട്ട് പോലും പല വിഷയങ്ങളും മനസ്സിലാവാതെ, ഇറ്റേണൽ ലൈഫ് അല്ലെങ്കിൽ നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ തന്നെയുള്ള വിഷയങ്ങളെപ്പറ്റി നമുക്ക് മനസ്സിലാവാത്ത സാഹചര്യങ്ങൾ നമുക്കറിയാം. അപ്പോൾ ഇതാണ് അതിൻ്റെ വിഷയം. ആ ഹൃദയം ദൈവം തുറക്കണം. അപ്പോൾ എങ്ങനെ ദൈവം തുറക്കും? നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? നമ്മുടെ കയ്യിലൊന്നും സാധ്യമല്ല, നമ്മളെ കൊണ്ടൊന്നും സാധിക്കില്ല. നമ്മൾ യാതൊന്നുമല്ല ദൈവത്തിൻ്റെ മുൻപിൽ. അപ്പോൾ നമുക്കാകെ ഇതിനകത്ത് ചെയ്യാനായിട്ട് സാധിക്കുന്നത് കർത്താവിനോട് നമുക്ക് യാചിക്കാം, കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. ലുദിയായുടെ ഹൃദയം തുറന്നതുപോലെ നമ്മൾ ദിവസവും എഴുന്നേൽക്കുമ്പോഴും കിടക്കുമ്പോഴും ഒക്കെയും നമ്മുടെ പാപങ്ങളോട് ദൈവം ക്ഷമിക്കാനും, ഒപ്പം നമ്മുടെ ഹൃദയത്തെ തുറന്ന്, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ, നമ്മൾക്ക് ദൈവം എന്താണോ നമ്മളെപ്പറ്റി ആഗ്രഹിക്കുന്നത്, അല്ലെ വചനത്തിൽ കൂടെ ഒക്കെ സംസാരിക്കുന്നത്, അതിൻ്റെയൊക്കെ യഥാർത്ഥ ഒറിജിനൽ വേർഷനെ പറ്റി മനസ്സിലാക്കാനുള്ള കഴിവും കൃപയും ഒക്കെ നമുക്ക് ലഭിക്കട്ടെ. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിൻ്റെ ബാക്കിയായിട്ട് നമുക്ക് 2ാം ഭാഗത്തിലേക്ക് വരണം. ഇപ്പോൾ തൽക്കാലം നമുക്ക് ഈ വചനത്താൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ നിർത്തുന്നു. താങ്ക് യു.